ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പം ഇവിടുത്തെ കുറച്ച് ചെടി വിശേഷങ്ങളൊക്കെയാണ് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. കുറച്ച് എഗ്ലോണിമ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്രിൻസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്, ഇഷ്ടംപോലെ പ്രിൻസ് ചെടികളുണ്ട്. ഇനി ഇവിടെ കുറച്ച് പൂച്ചെടികളുണ്ട്. നിങ്ങൾക്ക് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ചെടികൾ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമായിരിക്കും. അത് എത്ര ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടുകളാകുമ്പോൾ നമുക്ക് എപ്പം വന്നാലും ഓൾവേസ് വെൽക്കം എന്നുള്ള പോലെ തന്നെ ചെടികൾ എപ്പോഴും നമുക്ക് നല്ല ഭംഗിയിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും. ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു നിത്യകല്യാണി ഫാനാണ് തോന്നുന്നു കേട്ടോ. എപ്പോൾ പോയാലും നിത്യകല്യാണി എല്ലാ ഭാഗത്തും, അതായത് നമ്മൾ വിങ്ക ചെടി ഉണ്ടല്ലോ, അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. സാധാരണ നമ്മളെപ്പോഴും കാണുന്ന ഒരു വയലറ്റ് കളറ് അല്ലാതെ തന്നെ ഈ ഒരു വൈറ്റ്, പിങ്ക് അങ്ങനെയുള്ള ഷെയ്ഡ് ഉണ്ടല്ലോ എല്ലോടും കാണും. ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏകദേശം വലുതായി ഒരു ഇതെത്തിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും അതിൻ്റെ തൈകൾ മറ്റു ഭാഗത്തേക്ക് പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ നാലുമണിപ്പൂക്കളും ഇഷ്ടം പോലെ വെറൈറ്റീസ്. അത് കുറച്ചെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് പോളിനേഷൻ വഴി വേറെ വേറെ കളേഴ്സായി ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഉച്ചയാണ് കേട്ടോ അവിടെ പോയപ്പം, ഉച്ചയ്ക്ക് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വിരിയും. പക്ഷേ അത് ആ ഫുൾ വിരിഞ്ഞത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ 4 മണിയുടെയൊക്കെ പ്രത്യേകമായിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും അതിൽ പറയാനുമില്ല. പിന്നെ നമുക്ക് വേറൊരു കാര്യം, നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒട്ടും ചെടികളില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ 1, 2, 3 ചെടികൾ മാത്രം മതി നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ശരിക്കും ഇവരുടെ വീടിൻ്റെ സൈഡിലുള്ള ഒരു പാസേജ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു തിണ്ട് പോലെ കെട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വല്യമ്മ. നിങ്ങൾ എപ്പോഴൊക്കെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ വീഡിയോസിൽ. 1-2 വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ വെള്ളക്കൊന്ന പൂക്കളിൽ വല്യമ്മ ഉണ്ട്. പിന്നെ ഞങ്ങളൊരു നഴ്സറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ വല്യമ്മനെ കണ്ടിട്ടുണ്ട്. അപ്പൊ വല്യമ്മയാണ് നമ്മുടെ ഈ ഗാർഡൻ, വല്യമ്മയുടെ ഗാർഡൻ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നത്. എപ്പോൾ പോയാലും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കും. അപ്പൊ ഇന്ന് ഇവിടെ കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രിൻസ് കഴിഞ്ഞ പ്രാവശ്യം പ്രൂൺ ചെയ്തത് ഒക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ഞാൻ വല്യമ്മേനോട് ഒരു കാര്യം ചോദിക്കാം, എന്താണ് വല്യമ്മ ഇതിന് വളം കൊടുക്കുന്നത്? ജസ്റ്റ് ഒന്ന് പറയാമോ ഞങ്ങക്ക്? ചാണകപ്പൊടിയാണ് കൊടുക്കുക മെയിൻ ആയിട്ട്. അത് പുളിപ്പിച്ചിട്ടാണോ അല്ലെങ്കിൽ സാധാരണ പൊടി തന്നെ? അത് മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കുമോ? ഇട്ട് കൊടുക്കും. അത് ഒരു കൊല്ലത്തിലാണോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ? കൊല്ലത്തിലേ ഞാൻ ഇടാറുള്ളൂ. അതന്നെ മതി എല്ലാ ചെടികൾക്കും. വേറെ ഒരു കെമിക്കൽ വളങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പൊ അതന്നെയാണ്. അപ്പൊ വേറെ ഒരു കെമിക്കൽ വളങ്ങളും ചേർക്കുന്നില്ല. എപ്പോഴെങ്കിലും പച്ചക്കറിന്റെ വേസ്റ്റ്, കഞ്ഞിവെള്ളം എല്ലാം കൂടെ വെള്ളം ചേർത്തിട്ട്. പിന്നെ പോട്ടിംഗ് മിക്സ് ആദ്യം തന്നെ കൊടുക്കുന്ന പോട്ടിംഗ് മിക്സ് എന്താണ് ചെടികൾക്ക് ഫസ്റ്റ് ചെയ്യുന്ന ഒരു പോട്ടിംഗ് മിക്സ്? ചാണകപ്പൊടി മെയിൻ ആയിട്ട്. സാധാരണ മണ്ണും ചകിരിച്ചോറ്, അത് മാത്രമേ ഉള്ളൂ. ചകിരിച്ചോറൊക്കെ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് വല്യമ്മ അധികം യൂസ് ചെയ്ത് തുടങ്ങിയത്. കുറച്ച് പൂഴി ചേർക്കലുണ്ട് ആണല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഈ നമുക്ക് ചെടികൾ എന്ന് പറഞ്ഞാൽ പൂക്കൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ചെടി നല്ല പുഷ്ടിയോടുകൂടി നിൽക്കുക എന്നാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യം. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് തന്നെ വളരെ മനോഹരമായിട്ട് അത് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ പ്രൂൺ ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ വളങ്ങൾ കൊടുക്കുന്നത്, അത്രയൊക്കെ തന്നെയുള്ളൂ ചെയ്യുന്നത്. പക്ഷെ എന്ത് ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം കാണാത്തവർക്ക് ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എപ്പം പോയാലും വളരെ നീറ്റായിരിക്കും ഗാർഡൻ. ഒരു പുല്ല് പോലും എവിടെയും ഉണ്ടാവില്ല. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും അതൊന്ന് കാണിച്ചു തരാം. ഇതിപ്പം വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഫ്രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ കെട്ടിയിട്ട് അവിടെ നമ്മുടെ സാധാരണ നോർമലായിട്ടുള്ള നിത്യകല്യാണി, അതുപോലെ തന്നെ ബട്ടർ ഡേസി ഉണ്ടല്ലോ, കുഞ്ഞി മിനി സൺഫ്ലവർ എന്ന് പറയുന്ന ചെടി, അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ചെടികൾ തിരിച്ചും മറിച്ചിട്ടൊക്കെ തന്നെയാണ് വല്യമ്മ വയ്ക്കുക. അപ്പം ശരിക്കും നല്ല ലൈവായിട്ടിരിക്കും കേട്ടോ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട്. ഈ മിനി സൺഫ്ലവർ എപ്പോൾ പോയാലും ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് കേടാവുന്നൊരു സ്ഥിതി എത്തും. പക്ഷെ അപ്പോഴത്തേക്കും എന്താണ്, ബാക്കി ഭാഗത്തേക്ക് പിടിപ്പിച്ച്
തുടങ്ങിയിട്ടുണ്ടാകും. അപ്പം എവറി ടൈം ശരിക്കും പൂക്കളൊരു ലൈവ് സെഷൻ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പം അതുതന്നെയാണ് ശരിക്കും ഒരു ഗാർഡനർന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഗാർഡൻ ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഒരു സീസണിൽ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തത് നോക്കാം, അങ്ങനെയല്ല. ഇവിടെ വല്യമ്മ ശരിക്കും നമുക്കൊരു മാതൃകയായിട്ട് മാറുകയാണ്. ആ ഒരു ചെടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വീണ്ടും സേവ് ചെയ്ത് എടുത്തു വെച്ച് വീണ്ടും അടുത്ത തവണ അത് പാകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറയാതെക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ചെടിയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്ത് ഭംഗിയാണെന്ന് പറയാം. അതും ഇങ്ങനെ വെറുതെ ഇങ്ങനെ അല്ല കേട്ടോ, അത് കറക്റ്റായിട്ട് അവർ അത് കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെക്കും. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് അത് അങ്ങനെ നല്ല ഭംഗിയിലിരിക്കുന്നത്. ഒരു കൊട പോലെയാണ് ഈ ഒരു ചെടി. അത് നമുക്ക് അതിനടുത്ത് അടിയിൽ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. പിന്നെ ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് യൂഫോബിയൻ്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പണ്ട് ആരൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ചെടി അത്ര നല്ലതല്ല, വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കണത് നല്ലതല്ല, അതങ്ങനെ ദോഷം ചെയ്യും, ഇങ്ങനെ ദോഷം ചെയ്യും, മുള്ളുള്ള ചെടി അത്ര നല്ലതല്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ വെറുതെ ആണല്ലേ, നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ. നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിപ്പോൾ ഏത് ചെടിയായാലും നല്ലോണം അത് പ്രൂൺ ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ ശരിക്കും നമ്മൾ വീടിൻ്റെ അടുത്തുനിന്ന് മാറ്റണം എന്ന് എനിക്ക് തോന്നാറില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ പൂക്കൾ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ, മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അരിപ്പൂവിൻ്റെ പല കളക്ഷൻസ്, പല വെറൈറ്റീസും നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റും. പിന്നെ കുറച്ച് റോസ് ചെടികളുണ്ട്, പിന്നെ കുറച്ച് യൂഫോബിയ ഉണ്ട്. ഇവിടെയും ഒരു 2-3 തട്ടുള്ളൊരു സ്റ്റാൻഡ് അടിച്ചിട്ട് അതിൻ്റെ മേലെ അങ്ങനെ കംഫർട്ടബിളായിട്ട് ചെടി ഇരിക്കുന്ന നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല ഡാർക്ക് റോസ് അല്ലേ, ഈ കളർ എൻ്റെ കയ്യിലില്ല. ഉണ്ട് റോസ്, ഈ ഒരു ഡാർക്ക് കളർ ഇല്ല കേട്ടോ. ഇത് പലതരം ഉണ്ട്, പക്ഷേ ഇതൊരു പ്രത്യേക ഒരു വെൽവെറ്റ് പോലത്തെയാണ് അതിൻ്റെ ഇതളുകൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെ എപ്പോഴും ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ചെടിയാണ് നമ്മുടെ കാക്കാപ്പൂ കേട്ടോ. അതെന്ത് ഭംഗി, അതും വലിയ ചട്ടിയിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാക്കാപ്പൂവിനൊരു പ്രത്യേക ഭംഗിയല്ലേ. പിന്നെ ഈ യൂഫോബിയ എത്രയോ വർഷങ്ങൾ മുമ്പേ ഉള്ള യൂഫോബിയാണ്. അത് നല്ല പ്രായമായിട്ടുണ്ട് കേട്ടോ, എന്നാലും അത് നല്ല ഭംഗിയിൽ പൂക്കൾ ഇഷ്ടം പോലെ തരും. അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ എല്ലാവരും. പിന്നെ ഇലച്ചെടികളുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്, അഗ്ലോണിമ അങ്ങനെയുള്ള നല്ല ഇലച്ചെടികൾ പൊതുവേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണല്ലോ. പൂച്ചെടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വളം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് പൂക്കൾ ഇടുള്ളൂ. പക്ഷേ ഇലച്ചെടികളാകുമ്പം അതിൽ ഫംഗസൊക്കെ വരാതൊന്ന് ജസ്റ്റ് അങ്ങനെ മാത്രം ഒന്ന് കെയർ ചെയ്താൽ മതി. എത്രയോ കാലം നമുക്ക് നിൽക്കും ചെയ്യും ആ ചെടികളൊക്കെ. അത് ശരിക്കും സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ സ്റ്റെപ്സിലായിട്ടാണ് വല്യമ്മ വെച്ചിട്ടുള്ളത്. അത് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഇവിടെയും നല്ല രീതിയിൽ അത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താ വെച്ചാൽ ഇനി കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് പറയാറുണ്ട്. അപ്പം അത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബിഗോണിയയുടെ ഒരുപാട് കളക്ഷൻസ്. പിന്നെ അതായത് നോക്കിക്കേ, വഴിയിൽ കുറച്ച് കാക്കാപ്പൂവ് ഇങ്ങനെ ഒരു മുരട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കളറ് കണ്ടു കഴിഞ്ഞാൽ ആരായാലും അത് നോക്കി പോട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ നാടനായിട്ടുള്ള കുറച്ച് ചെടികൾ തന്നെ മതി ശരിക്കും ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാർഡൻ. ഇത് നോക്കിക്കേ എന്തൊരു ഭംഗിയാണെന്നറിയാം. ഞാൻ ജസ്റ്റ് അതിങ്ങനെ പാസ് ചെയ്തത് സ്പെഷ്യലായിട്ട് കെയറൊന്നും കൊടുത്തിട്ടില്ല, വെറുതെ വിത്ത് വീണ് മുളച്ചതാണ്. പക്ഷേ ഭയങ്കര അട്രാക്റ്റീവാണ് ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതും എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ ഈ ഒരു കാക്കാപ്പൂവ്. ഇതാ ഇവിടെ നിത്യകല്യാണിയുണ്ട്. ഇത് ശരിക്കും റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്നതല്ല കേട്ടോ. ശരിക്കും ഇതിന് ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ തരും. എന്ത് രസമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇപ്പോൾ ഇതിലേതെങ്കിലും ഈ കാണുന്ന ഏതെങ്കിലും ഒരാൾക്ക് നാളെ മുതൽ എനിക്കും ഇങ്ങനെ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിയാൽ അതൊരു പോസിറ്റിവിറ്റി അല്ലേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് മാത്രമാണ് പിന്നെയും ഇത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.